KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രവാചകനെന്ന അമേരിക്കൻ സിനിമയ്ക്കെതിരെ പ്രക്ഷോഭം ആളിക്കത്തുന്നു. സമാധാനം തകർക്കാൻ അനുവദിക്കരുത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വിവാദ സിനിമ ഇന്ത്യയിൽ നിരോധിച്ചു. ബാഫഖി തങ്ങൾക്കെതിരായ പരാമർശം. റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിനെതിരെ SKSSF പ്രവർത്തകർ സമസ്തക്ക് കത്ത് നൽകി. സൗദിയിൽ വാഹനാപകടം, മരിച്ചവരിൽ 4 മലയാളികൾ. പാൻ മസാല നിരോധനം, വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നത് ഇരട്ടി ലാഭം. പാചകവാതക സിലിണ്ടർ 10 ഉയർത്തിയേക്കുമെന്ന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. പ്രവാചകനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സിനിമാ പ്രദർശനം ഉൾപ്പെടെയുള്ള കുത്സിത ശ്രമങ്ങളിലൂടെ ഇസ്ലാമിനെ തകർക്കാനാകില്ലെന്നും ഇതിന്റെ പേരിൽ ലോകത്ത് സമാധാനം തകർക്കാനുള്ള അക്രമികളുടെ നീക്കത്തെ സർക്കാരുകൾ അടിച്ചമർത്തണമെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ പൊന്തിവരുന്ന എല്ലാ കക്ഷികളെയും നിലക്ക് നിർത്താൻ ഓരോ ഗവൺമെന്റുകളും ഭരണാധികാരികളും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കൊണ്ടോ അധിക്ഷേപങ്ങൾ കൊണ്ടോ ഇസ്ലാമിനെ ഒരിക്കലും തകർക്കാൻ ഏത് വൻശക്തികളുടെ പിന്തുണയോടുകൂടെ ആയാലും സാധ്യമല്ല. ഇതിനിടയിൽ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന അക്രമികളുടെ നീക്കങ്ങൾ അനുവദിക്കാനാകില്ല. ഇസ്ലാമിന്റെ പേരിൽ മതത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഇസ്ലാം വിരുദ്ധരാണ് അക്രമങ്ങൾക്ക് പിന്നിൽ. ഇവർ അക്രമത്തിൽ നിന്ന് പിന്മാറണം. ഇവരെ പിന്തിരിപ്പിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണം. അക്രമികളെ നിലക്ക് നിർത്താൻ സർക്കാരുകൾക്ക് കഴിയണം. ഇത്തരം അക്രമങ്ങൾ കൊണ്ട് മതത്തിന് ഒരു നേട്ടവും ലഭിക്കില്ല. എന്നാൽ ഇത് മതത്തിന്റെ കഴിവുകേടായി കാണരുത്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാം ഇതര മതങ്ങളുടെയും അവയുടെ ആരാധ്യ വസ്തുക്കളെയും ആക്ഷേപിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഏത് സാഹചര്യത്തിലാണെന്നറിയില്ല. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ തീവ്രവാദ സാധ്യത വളരെ കുറവാണെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു. പ്രവാചകനെ നിന്ദിക്കുന്ന സിനിമ ഇന്ത്യയിൽ നിരോധിച്ചു. വിവാദ സിനിമയുടെ ഭാഗങ്ങൾ യൂട്യൂബിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഗൂഗിൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. സിനിമയ്ക്കെതിരെ ജമ്മു, ശ്രീനഗർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് സിനിമ ഇന്ത്യയിൽ നിരോധിക്കാൻ സർക്കാർ നടപടി തുടങ്ങിയത്. സിനിമ പ്രചരിക്കുന്നത് തടയണമെന്ന് രാജ്യത്തെ പ്രധാന മുസ്ലിം സംഘടനകളെല്ലാം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആഗോള വ്യാപകമായി വീഡിയോ നീക്കം ചെയ്യാൻ അമേരിക്ക ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഇതിന് തയ്യാറായിട്ടില്ല. അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ ആവശ്യപ്പെട്ടാൽ നടപടി കൈക്കൊള്ളാമെന്നാണ് ഗൂഗിളിന്റെ നിലപാട്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തി സിനിമ നിർമ്മിച്ചതിന് പിന്നിലെ ബുദ്ധികേന്ദ്രമെന്ന് സംശയിക്കപ്പെടുന്നയാളെ US പോലീസ് ചോദ്യം ചെയ്തു. ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമയിലെ വിവാദ രംഗങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പ്രദർശിപ്പിച്ച് സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് നഗൌള ബെസ്ലി എന്നയാളെ ചോദ്യം ചെയ്തത്. എന്നാൽ ഇയാളെ ഉടൻ തന്നെ വിട്ടയച്ചതായി NBC ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു. 14 മിനിറ്റ് നീളുന്ന രംഗങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് നഗൌളയാണെന്നാണ് സംശയിക്കുന്നത്. മീഡിയ ഫോർ ക്രൈസ്റ്റ് എന്ന US സാമുദായിക വിഭാഗമാണ് സിനിമ നിർമ്മിക്കാൻ പണം നൽകിയതെന്നും നീലചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന ഒരാളാണ് സിനിമയുടെ സംവിധായകനെന്നും NBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന നഗൌള സിനിമയുടെ വിവാദ രംഗങ്ങൾ ഇന്റർനെറ്റിൽ കയറ്റിയത് താൻ തന്നെയാണെന്ന് സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തുന്ന ഇസ്ലാം വിരുദ്ധ സിനിമയ്ക്കെതിരെ യൂറോപ്പിലുടനീളം പ്രതിഷേധം ശക്തമാവുന്നു. പശ്ചിമേഷ്യയിൽ പടരുന്ന പ്രതിഷേധത്തിനു പുറമെയാണിത്. ബ്രിട്ടനിലെ മുസ്ലിം സംഘടനയായ ഹിസ്ബു തഹരീർ പ്രവർത്തകരാണ് US എംബസിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇത് ഒരു അമേരിക്കൻ ചരിത്രത്തിനെതിരായ കേവല പ്രതിഷേധമല്ല, മറിച്ച് ലോക മുസ്ലിങ്ങളുടെ ആഴത്തിലുള്ള വികാരമാണിതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. SKSSFും പ്രഭാഷകൻ റഹ്മത്തുള്ള ഖാസിമി മുത്തേടവും വീണ്ടും നേർക്കുനേർ. റഹ്മത്തുള്ള ഖാസിമിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SKSSF നേതാക്കൾ സമസ്തക്ക് കത്തു നൽകി. അതേസമയം സമസ്ത നേതാക്കളെപ്പോലും ഹൈജാക്ക് ചെയ്യുന്ന വിമോചനയാത്ര നടത്തിപ്പുകാരുമായി ഒരു നിലയ്ക്കും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ ഖാസിമിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഉറച്ചു നിൽക്കുന്നതോടെ ചേളാരി സമസ്തയിൽ കടുത്ത പ്രതിസന്ധി ആസന്നമായി. ഇരുവിഭാഗവും ഏറെ നാളായി തുടരുന്ന അഭിപ്രായ വ്യത്യാസമാണ് മറനീക്കി പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് വിമോചനയാത്ര നടത്തിപ്പുകാരായിരുന്ന ഒരു വിഭാഗം നേതാക്കൾ ഖാസിമിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റമദാനിൽ കോഴിക്കോട്ട് വെച്ച് നടന്ന പ്രഭാഷണത്തിൽ ഖാസിമി ബാഫഖി തങ്ങൾക്കെതിരായ തെറ്റായ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യുവനേതാക്കൾ രംഗത്തെത്തിയത്. പ്രഭാഷണത്തിന്റെ 2ാം ദിവസം ബാഫഖി തങ്ങൾ തുല്യത തേടുന്ന മഹാപ്രസ്ഥാനം എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ KM മൗലവിയെ പിന്തുടർന്ന് ബാഫഖി തങ്ങൾ നിസ്കരിച്ചിരുന്നെന്നും മറ്റുമുള്ള പരാമർശങ്ങൾ ബാഫഖി തങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും ഇക്കാര്യത്തിൽ ഖാസിമി മാപ്പ് പറയണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രഭാഷണത്തിന്റെ CD-യും സമസ്ത നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ഐക്യത്തിന് ബാഫഖി തങ്ങൾ നടത്തിയ ശ്രമങ്ങളാണ് പ്രഭാഷണത്തിലൂടെ വിശദീകരിച്ചതെന്നാണ് ഖാസിമിയെ അനുകൂലിക്കുന്നവരുടെ വാദം. ഖാസിമി തീജാനി ത്വരീഖത്തിന്റെ ആശയപ്രചാരകനാണെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇതേ വിഭാഗം നേരത്തെ സമസ്തക്ക് കത്ത് നൽകിയിരുന്നു. വിമോചനയാത്രയിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർബന്ധത്തെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ ഏതാനും സ്വീകരണ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഖാസിമി പങ്കെടുത്തിരുന്നത്. സമസ്ത നേതാക്കളെപ്പോലും യാത്രാ നടത്തിപ്പുകാരായിരുന്ന ഒരു വിഭാഗമാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ഖാസിമിയുടെ ആരോപണം. അതേസമയം SKSSF ആണ് ഖാസിമിയെ വളർത്തിയതെന്നും സംഘടനയുടെ പിന്തുണയില്ലാതെ ഖാസിമിക്ക് നിലനിൽപ്പില്ലെന്നുമാണ് മറുവിഭാഗത്തിന്റെ വിശദീകരണം. ഏതെങ്കിലും വിധത്തിൽ ഖാസിമിയെ ഒതുക്കാൻ ഒരു വിഭാഗവും ഇവർക്ക് ഒരു വിധത്തിലും വഴങ്ങില്ലെന്ന നിലപാടിൽ ഖാസിമിയും ഉറച്ചു നിൽക്കുന്നതാണ് ചേളാരി സമസ്തയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാചകവാതക സിലിണ്ടർ വെട്ടിക്കുറച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തീരുമാനത്തിൽ അയവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഉപഭോക്താവിന് വർഷത്തിൽ 6 സിലിണ്ടർ എന്നതിൽ നിന്നും 10 സിലിണ്ടറാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗവും തൃണമൂൽ കോൺഗ്രസ്, NCP, DMK എന്നീ സഖ്യകക്ഷികളും കേന്ദ്ര നീക്കത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം വർഷത്തിൽ 6 പരിമിതപ്പെടുത്താനും ഡീസൽ വില 5 രൂപ ഉയർത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ധനകാര്യമന്ത്രി P. ചിദംബരവും പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡിയും സബ്സിഡി സിലിണ്ടർ വെട്ടിക്കുറച്ചതിന് എതിരാണെന്നാണ് സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പെട്രോളിന്റെയും മണ്ണെണ്ണയുടെയും വില ഉടൻ വർദ്ധിപ്പിക്കരുതെന്ന നിലപാടും കേന്ദ്രത്തിനുണ്ടെന്ന് അറിയുന്നു. കേന്ദ്ര തീരുമാനത്തിനെതിരെ രാജ്യഭീഷണിയുമായി രംഗത്ത് വന്ന മമതാ ബാനർജി സർക്കാരിന് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെയാണ് ഈ പുനരാലോചന. വില വർദ്ധിപ്പിക്കാനും സിലിണ്ടർ വെട്ടിക്കുറക്കാനുമുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് മമതയുടെ നിലപാട്. ചില്ലറ വിൽപ്പന രംഗത്ത് വിദേശ നിക്ഷേപകരെ അനുവദിക്കാനുള്ള തീരുമാനത്തിലും മമതയ്ക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. പാൻ ഉൽപ്പന്നങ്ങളുടെ നിരോധം വിൽപ്പനക്കാർക്ക് അനുഗ്രഹമായി. പരസ്യമായി വിൽപ്പന നടത്തിയിരുന്നതിനേക്കാൾ ഇരട്ടി ലാഭമാണിപ്പോൾ ഇവർക്ക് വിൽപ്പനയിലൂടെ കിട്ടുന്നത്. സർക്കാർ നിരോധനത്തിന്റെ തുടക്കത്തിൽ നടത്തിയിരുന്ന പരിശോധനയും മറ്റും ഇല്ലാതായതാണ് ഇവരുടെ ലാഭം ഇരട്ടിയിലധികമായി ഉയർന്നത്. 2 മാസം മുമ്പാണ് സർക്കാർ പാൻ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചത്. തുടക്കത്തിൽ പോലീസ് പരിശോധന മുറക്ക് നടന്നതിനാൽ വിൽപ്പന കുറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വിൽപ്പന പൂർവ്വപരി സജീവമാണ്. ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുന്നതോടെ വിൽപ്പനയും കൂടി. നേരത്തെ ലഭിച്ചിരുന്ന കമ്മീഷനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോഴത്തെ ലാഭം. 2 രൂപ 50 പൈസക്ക് വിറ്റിരുന്ന പാക്കറ്റിന്റെ വില ഇപ്പോൾ 15ഉം 20ഉമാണ്. സ്ഥിരം ആളുകൾക്ക് 10 രൂപയ്ക്ക് തന്നെ നൽകുന്നവരുമുണ്ട്. ഗ്രാമങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടക്കുന്നത്. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിൽ പൂഴ്ത്തിവെച്ചും വിൽപ്പനയുണ്ട്. പ്രത്യേക പേരുകളാണ് ഇപ്പോൾ ഇവക്ക് നൽകിയിരിക്കുന്നത്. തേള്, മരുന്ന്, പച്ച, ചായപ്പൊടി തുടങ്ങിയ ഒട്ടേറെ പേരുകളിൽ ഇവ ലഭിക്കുമെന്ന് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മുഖേന പാൻ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്, തീവണ്ടി എന്നീ മാർഗങ്ങളിലൂടെയും കേരളത്തിലേക്ക് ഇവ ഒഴുകുന്നുണ്ട്. പരിശോധനകൾ പേരിന് മാത്രമായതിനാൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇവ ഏറെ സുലഭമാണ്.
സർക്കാർ നിരോധനം നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാവാത്തതാണ് ഇവയുടെ വിൽപ്പന കൂടാൻ കാരണം. അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് വിൽപ്പനക്കാർക്ക് അനുഗ്രഹമാകുന്നതും. ലോവർ ആസാമിലെ 5 ജില്ലകളിലുണ്ടായ കലാപത്തെ തുടർന്ന് 2 മാസമായി 206 ക്യാമ്പുകളിൽ 1,87,052 പേർ കഴിയുന്നതായി ആസാം സർക്കാർ. ബോഡോകളിലും ന്യൂനപക്ഷ സമുദായത്തിലും പെട്ടവരുടെ മൊത്തം കണക്കാണിത്. 174 ക്യാമ്പുകളിലായി 1,68,875 മുസ്ലിങ്ങളും 29 ക്യാമ്പുകളിലായി 17,344 ബോഡോ വംശജരുമാണ് കഴിയുന്നത്. 3 ക്യാമ്പുകളിൽ 833 ഇതര സമുദായക്കാരുമുണ്ട്. ധുബ്രി ജില്ലയിലാണ് കൂടുതൽ അഭയാർത്ഥികളും. 129 ക്യാമ്പുകളിലായി 1,01,373 പേർ. കൊക്രജാറിൽ 43 ക്യാമ്പുകളിൽ 55,760 പേരും. ചിരാങ്കിൽ 22 ക്യാമ്പുകളിൽ 23,609 അഭയാർത്ഥികളും കഴിയുന്നുണ്ട്. ഭൂമിയുടെ ശാഖ പരിശോധിച്ച ശേഷമുള്ള പുനരധിവാസ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 5,706 പേർ ക്യാമ്പുകൾ വിട്ടിട്ടുണ്ട്. ആകെ അഭയാർത്ഥികളുടെ എണ്ണം 4,85,921 340 ക്യാമ്പുകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജൂലൈ 19 തുടങ്ങിയ കലാപത്തിൽ ഇതുവരെ 96 പേരാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഹാജിമാർക്കുള്ള 2ാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് നാളെ മുതൽ നടക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഷാനവാസ് കുറുമ്പയിൽ അറിയിച്ചു. നിർബന്ധമായും പങ്കെടുക്കേണ്ട ക്ലാസ് ആയതിനാൽ ഹാജിമാർ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ലഭിച്ച ഹെൽത്ത് കാർഡ് സഹിതം സൌകര്യമായ സ്ഥലത്ത് പങ്കെടുക്കണം. രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ്. 18 നാളെ കോഴിക്കോട് ടാഗോർ സെന്ററിൽ നടക്കുന്ന ക്ലാസിൽ കോഴിക്കോട് നോർത്ത്, സൌത്ത്, ബേപ്പൂർ, കുന്നമംഗലം മണ്ഡലത്തിൽ നിന്നുള്ളവർ പങ്കെടുക്കണം. കുറ്റ്യാടി മുസ്ലിം യത്തീംഖാനയിൽ നടക്കുന്ന ക്ലാസിൽ നാദാപുരം, കുറ്റ്യാടി മണ്ഡലത്തിൽ നിന്നുള്ളവർ പങ്കെടുക്കണം. 19 വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ക്ലാസിൽ വടകര മണ്ഡലത്തിലുള്ളവർ പങ്കെടുക്കണം. ഉള്ളിയേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ക്ലാസിൽ കൊയിലാണ്ടി, ബാലുശ്ശേരി, എലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ളവർ പങ്കെടുക്കണം. 20 തൻവീറുൽ ഉലൂം മദ്രസ കടവൂർ, താമരശ്ശേരിയിൽ നടക്കുന്ന ക്ലാസിൽ ഓമശ്ശേരി, കോടഞ്ചേരി, പുതുപ്പാടി, താമരശ്ശേരി, കട്ടിപ്പാറ ഭാഗത്തുള്ളവർ പങ്കെടുക്കണം. 21 പാലക്കുറ്റി കൊടുവള്ളി MLLP സ്കൂളിൽ നടക്കുന്ന ക്ലാസിൽ കൊടുവള്ളി, നരിക്കുനി, മടവൂർ, കിഴക്കോത്ത്, മുക്കം, തിരുവമ്പാടി ഭാഗത്തുള്ളവർ പങ്കെടുക്കണം. മടവൂർ CM സെന്ററിൽ അതിക്രമിച്ചു കയറിയ സംഘം ഓഫീസ് അടിച്ചു തകർക്കുകയും അധ്യാപകനെയും വിദ്യാർത്ഥികളെയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ഒരു സംഘം CM സെന്ററിന് നേരെ ആക്രമണം നടത്തിയത്. സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതിനും നാശനഷ്ടങ്ങൾ വരുത്തിയതിനും കണ്ടാലറിയാവുന്നവർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുന്നമംഗലം SI KJ റോയിക്കാണ് അന്വേഷണ ചുമതല. അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് SYS നരിക്കുനി മേഖലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CM സെന്ററിന് നേരെയുണ്ടായ ആക്രമണത്തിൽ SYS മടവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കെ മുഹമ്മദ് മുസ്തഫ സഖാഫി അധ്യക്ഷത വഹിച്ചു. നാസർ അഹ്സനി, ഖാദർ മാസ്റ്റർ, റഫീഖ് അഹ്സനി തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂഹിക ദ്രോഹികളുടെ അക്രമത്തിലും അടിഞ്ഞാട്ടത്തിലും SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അക്രമികൾ ആരാണെങ്കിലും അവർക്ക് എതിരിൽ ഉടനെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. സമാധാനപരമായി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് CM സെന്റർ. പ്രസ്തുത സ്ഥാപനത്തിനെതിരെ നടക്കുന്നത് ഏത് ആക്രമണ പ്രവർത്തനവും തികച്ചും സമാധാനാന്തരീക്ഷം കാക്ഷിക്കുന്ന ജനസമൂഹത്തിന് ഭീഷണിയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ഗൾഫ് വാർത്തകൾ. സൗദി അറേബ്യയിലെ ദമ്മാം ജുബൈലിൽ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ്സും ട്രെയിലറും കൂട്ടിയിടിച്ച് കത്തി 4 മലയാളികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ ഇടപ്പറ്റ പെരുങ്കളത്തിൽ വീട്ടിൽ യക്കൂബ്, കോഴിക്കോട് അടിവാരം കോട്ടവാലക്കൽ അബ്ദുൽ അസീസ്, കോഴിക്കോട് കുന്നമംഗലം മേലേച്ചെറുവിളത്ത് സലീം, കൊട്ടിയം മയ്യനാട് ചേനവിള വീട്ടിൽ ജയദേവൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇന്നലെ രാത്രി 7:10 ദുരന്തം. ജുബൈലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ജുബൈൽ കഫ്ജി റോഡിൽ കുറൈനി പെട്രോൾ പമ്പ് 5 സമീപത്താണ് അപകടം നടന്നത്. അമിത വേഗതയിൽ വരികയായിരുന്ന ട്രെയിലർ ഡിവൈഡർ തകർത്ത് ബസ്സിന് മുന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീപിടിച്ച ബസ്സും ട്രെയിലറും ദൂരേക്ക് തെറിച്ചുപോയി. ബസ്സിന് മുൻവശത്തിരുന്നവരാണ് മരിച്ചത്. ബാക്കിയുള്ളവർ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു.
ഡ്രൈവറും മരിച്ചതായാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹങ്ങൾ ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കമ്പനി ഉന്നതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തിവിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. സുന്നി ചലനമതൊപ്പിയെടുത്തിന്നെത്തിവിരൽ തുമ്പിൽ എന്നും വാർത്തവിശേഷവുമായി വരുന്നേ കൺമുന്നിൽ. ആദർശത്തിനാദം ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിൻ നിലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നേരിൻ നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നേരിൻ നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ ഈ ജാലകമിൽ ചേരൂ, നേരിൻ നാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആഫ്രിക്കൻ യുവ പണ്ഡിതൻ സയ്യിദ് ഹുസൈന് നാളെ മർക്കസിൽ സ്വീകരണം. ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ എന്ന ഖ്യാതി നേടിയ ടാൻസാനിയയിലെ സയ്യിദ് ഹുസൈന് നാളെ വൈകിട്ട് 3 മണിക്ക് മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകുന്നു. പ്രമുഖ പണ്ഡിതരും നേതാക്കളും സംബന്ധിക്കും. ചെറുപ്രായത്തിൽ തന്നെ അസാമാന്യ ദിഷണയും വാക്ചാതുരിയും അഗാധ വിജ്ഞാനവും കൊണ്ട് ശ്രദ്ധേയനായ സയ്യിദ് ഹുസൈൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങളെ ആകർഷിച്ചു വരുന്നു. ഇതാദ്യമായാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രമുഖ സൂഫി വര്യനും ആലപ്പുഴ ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കായംകുളം മജ്ലിസ് സ്ഥാപക പ്രസിഡന്റുമായ വടുതല അബൂബക്കർ ഉസ്താദിന്റെ 3ാമത് ആണ്ട് നേർച്ച 3 ദിവസങ്ങളിലായി മജ്ലിസിൽ നടന്നു. കൊടുങ്ങല്ലൂർ PMS തങ്ങൾ, അബ്ദുറഷീദ് സഖാഫി, ഏലംകുളം തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. സമാപന ദിവസമായ ഇന്നലെ ഷെയ്ഖുന EK മുഹമ്മദ് ദാരിമി, സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. വെളിമുക്ക് റേഞ്ച് SJM ഈ വർഷത്തെ പ്രഥമ ജനറൽ ബോഡി യോഗവും തിരഞ്ഞെടുപ്പും നാളെ രാവിലെ 8 മണിക്ക് പടിക്കൽ മൻശഉൽ സുന്നി മദ്രസയിൽ നടക്കും. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയ റിയാദ് ഘടകം യോഗം ചേർന്നു. ബത്ഹ ICF ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സയ്യിദ് ജാഫർ തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രസിഡന്റ് ഹനീഫ് ഫസാദി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇസ്മായിൽ സഖാഫി വാരണ മുഖ്യ പ്രഭാഷണം നടത്തി. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയുടെ കീഴിൽ ദ്വൈമാസ ദിക്ർ സലാത്ത് മജ്ലിസിന് തുടക്കം കുറിച്ചു. ദിക്ർ ദുആ സലാത്ത് മജ്ലിസിന് സയ്യിദ് ജാഫർ തങ്ങൾ, ഇസ്മായിൽ സഖാഫി, ഹനീഫ് ഫസാദി, അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി അഷ്റഫ് അണ്ടോണ സ്വാഗതവും മുജീബ് അണ്ടോണ നന്ദിയും പറഞ്ഞു. പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന സുന്നി മഹാസമ്മേളനങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന കാരന്തൂർ സുന്നി മർക്കസിന്റെ 35ാം വാർഷികവും SSFന്റെ 40ാം വാർഷിക സംസ്ഥാന സമ്മേളനവും ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിനുള്ള പ്രചാരണങ്ങൾ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപകമായി. സുന്നി പ്രസ്ഥാനത്തിന്റെ സിരാകേന്ദ്രമായ മർക്കസിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ പ്രവർത്തകർ ഇതിന്റെ പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ മർക്കസ് സ്ഥാപനങ്ങളുടെ ബഹുവർണ്ണ ഫോട്ടോകൾ അടങ്ങിയ ബാനറുകളും
ചുവരെഴുത്തുകളും നിറഞ്ഞുകഴിഞ്ഞു. ജില്ലാ പ്രചാരണ സമിതികൾ രൂപവൽക്കരിച്ചതോടെ താഴെത്തട്ടിലും പ്രചാരണ സമിതികൾ രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള പ്രചാരണങ്ങൾക്കാണ് ഇത്തവണ ഓരോ യൂണിറ്റുകളും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. കേരളയാത്രയിലൂടെ നേടിയെടുത്ത ജനാംഗീകാരം പ്രചാരണങ്ങളിൽ പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട്. പുത്തൂർ കൊയിലാട്ട് റിഫായിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ സി മുഹമ്മദ് ഫൈസിയുടെ ഹജ്ജ് പഠന ക്ലാസും പ്രാർത്ഥനാ സംഗമവും നടക്കുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പ്രാർത്ഥനാ സംഗമത്തിന് സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയത്തങ്ങൾ, പുത്തൂർ കൊയിലാട്ട് സയ്യിദ് കുഞ്ഞിസീദി കോയത്തങ്ങൾ, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ നേതൃത്വം നൽകും. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ GCC തലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി RSC ദുബൈ സോൺ വിചാരസദസ്സ് സംഘടിപ്പിച്ചു. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ അബ്ദുറസാഖ് മാറഞ്ചേരി, സയ്യിദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, സാബ ജോസഫ്, മുഹമ്മദ് അലി പുന്നക്കൽ, ബഷീർ തിക്കോടി, ജബ്ബാർ കെ, മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്പത്തിന്റെ അനിയന്ത്രിത ഉപയോഗം, പലിശ, ഊഹക്കച്ചവടം, ലഹരി, ആസക്തികൾക്ക് അടിമപ്പെടൽ, സാമൂഹിക സദാചാര ബോധങ്ങളുടെ നിരാകരണം തുടങ്ങി പ്രവാസ ലോകത്തെ അരക്ഷിതാവസ്ഥ വിചാരസദസ്സ് ചർച്ച ചെയ്തു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദുബായിലെ പ്രമുഖ മതപണ്ഡിതനും ദുബായ് ഔഖാഫിലെ പ്രഭാഷകനുമായ ഷെയ്ഖ് ഹബീബ് ഹുസൈൻ അസ്സഖാഫിനെ ദുബായിൽ സന്ദർശിച്ചു. സലാലയിൽ വിപുലമായ പരിപാടികളോടെ CM വലുല്ലാഹി ആണ്ട് നേർച്ച ICF ഓഡിറ്റോറിയത്തിൽ നടന്നു. മൗലിദ് പാരായണം, അന്നദാനം, അനുസ്മരണ പ്രഭാഷണം എന്നിവ നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അബ്ദുൽ കരീം സഖാഫി മടവൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ CM സെന്റർ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് സഖാഫി മടവൂർ, ICF പ്രസിഡന്റ് മൊയ്തുട്ടി ഫൈസി, സെക്രട്ടറി നാസർ മുസ്ലിയാർ, RSC വൈസ് ചെയർമാൻ സുലൈമാൻ സാരി, അഷ്റഫ് ബാക്കവി, ഷറഫുദ്ദീൻ ലത്തീഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ICF RSC CM സെന്റർ കമ്മിറ്റി സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റിസാലയുടെ 1000 ലക്കം പ്രത്യേക പതിപ്പ് സലാലയിൽ ICF പ്രസിഡന്റ് മൊയ്തുട്ടി ഫൈസി ഔഖാഫ് മുഹമ്മദ് ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. CM വലുല്ലാഹി ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പ്രകാശന കർമ്മം നടന്നത്. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം കുണ്ടൂർ അത്താണിക്കൽ മസ്ജിദു തഖ്വയിൽ നിന്നും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, E സുലൈമാൻ മുസ്ലിയാർ, മുദ്രിസ് മുഹമ്മദ് സാലിം അഹ്സനി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കുന്ന പരിപാടിയിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി മുഖ്യ പ്രഭാഷണം നടത്തുന്നു. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. തുടർന്ന് UAE സമയം രാത്രി 10 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഷെയ്ഖുന മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഉസ്താദ് മുസ്തഫ ദാരിമി കാടാങ്കോട്, PPA കുട്ടി ദാരിമി മമ്പുറം, നാസിറുദ്ദീൻ അൻവരി വടുതല, അബ്ദുറഹ്മാൻ ഫൈസി മൊങ്ങം, TT അഹ്സനി തുടങ്ങിയ പ്രമുഖ പണ്ഡിതർ സംബന്ധിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചക നിന്ന അമേരിക്കൻ സിനിമയ്ക്കെതിരെ പ്രക്ഷോഭം ആളിക്കത്തുന്നു. സമാധാനം തകർക്കാൻ അനുവദിക്കരുത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വിവാദ സിനിമ ഇന്ത്യയിൽ നിരോധിച്ചു. ബാഫഖി തങ്ങൾക്കെതിരായ പരാമർശം റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിനെതിരെ SKSSF പ്രവർത്തകർ സമസ്തക്ക് കത്ത് നൽകി. പാൻ മസാല നിരോധനം, വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നത് ഇരട്ടി ലാഭം. സൗദിയിൽ വാഹനാപകടം, മരിച്ചവരിൽ 4 മലയാളികൾ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC newstime@gmail.com.
KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.